ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മുടെ വ്ളോഗ് വന്നിട്ടൊരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ് കേട്ടോ. വേറെ ആരുടെ അല്ലെങ്കിൽ അനിയത്തിയുടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാർലറിലാണ് കേട്ടോ. രാവിലെ മേക്കപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവൾ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ നമുക്കപ്പോൾ മേക്കപ്പ് ചെയ്യുന്നിടത്തോട്ട് പോകാം. ഇല്ല, ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരുന്നു. Say hi guys. കറക്റ്റ് 6:30 ആയപ്പോൾ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം 11 മണി കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് എൻഗേജ്മെൻറ്റിന് സമയം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഓഡിറ്റോറിയത്തിൽ വരണമായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മേക്കപ്പ് ഫിനിഷ് ആവുകയും ചെയ്തു കേട്ടോ. അമ്മൂൻ്റെ എൻഗേജ്മെൻറ്റിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു കേട്ടോ. സങ്കടവും സന്തോഷവും എല്ലാം കൂടി ചേർന്ന ദിവസമായിരുന്നു. വേറൊന്നുമല്ല, വീട്ടിലെ ഇളയ കൊച്ചാണല്ലോ, അപ്പോൾ അവൾ കല്യാണം കഴിക്കാറൊക്കെ ആയോ അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് എനിക്ക് വന്നു. എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. മാത്രമല്ല, എനിക്ക് വ്ലോഗ് അങ്ങോട്ട് ഒരുപാടങ്ങ് എടുക്കാനും പറ്റില്ല, അറിയാമായിരിക്കുമല്ലോ തിരക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടോ? അമ്മൂൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. കാരണം എങ്കിലും ഞാനും കറക്റ്റ് സമയത്ത് അവിടെ എത്തത്തുള്ളൂ. അവൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഒരുങ്ങുമെന്ന് എനിക്ക് ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനും അവൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് പകുതി കഴിഞ്ഞിട്ട് ഞാനും ഒരുങ്ങി തുടങ്ങി. അവിടെ ഇരുന്ന ആൻറ്റി അവൾക്ക് യൂസ് ചെയ്ത കുറച്ച് ഫൗണ്ടേഷൻസും ഒക്കെ അവിടെ ഇരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനും റെഡി ആയത്. ആൻറ്റി എനിക്ക് പറഞ്ഞു തരുവാണ്, ഇത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുവാണ്. കാരണം ഞാൻ ഫൗണ്ടേഷൻസ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് പിമ്പിൾസ് വരും. ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിന് യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഫേസിൽ ഫുൾ എനിക്ക് പിമ്പിൾസ് വന്നായിരുന്നു. അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻസ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റിന് ചേച്ചിയും എല്ലാവരും നോക്കിയൊക്കെ ചെയ്യുമല്ലോ, ആ ഒരു ഇതിൽ വെച്ചിട്ട് ചുമ്മാ ഞാനും ഒന്ന് റെഡി ആവാമെന്ന് വെച്ചിട്ടാണ് ഫൗണ്ടേഷൻസൊക്കെ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആൻറ്റി എനിക്കെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അവളെ ഒരുക്കുന്ന തിരക്കാണെങ്കിൽ പോലും എനിക്കും എല്ലാ കാര്യങ്ങളും അത് ഇത് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു തന്നു. എല്ലാം എനിക്ക് എടുത്തുതരികയൊക്കെ ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ആൻറ്റി കണ്ണ് ഞാൻ തന്നെ എഴുതിയായിരുന്നു കേട്ടോ. കാരണം എനിക്കെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഐബ്രോസ് ആൻറ്റി എനിക്ക് എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വ്ലോഗും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത്രയും ടൈം ഉണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ അനന്തുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരുടെയും. ഇരവും അല്ലാതെ പകലും അല്ലാതെ പൊഴുതുകളുന്നോട് കഴിയുമാ, തൊടവും കൂടാതെ പടവും കൂടാതെ ഇടവേളിയെപ്പോത് കുറയുമാ. അങ്ങനെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിനകത്ത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെയും ചേട്ടൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ വെച്ചിട്ട്. എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് കയറാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ അനന്തുവിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് നമ്മുടെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അവിടെ വെച്ചിട്ടാണ്. ഓൾറെഡി ചേട്ടന്മാർ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് കേട്ടോ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഞങ്ങളുടെ വെഡ്ഡിങ്ങിനും ഇവർ തന്നെയാണ് നമ്മുടെ ഫോട്ടോസും എല്ലാം നമ്മൾ കൊടുത്തത് ഇവർക്കാണ്. അടിപൊളി വർക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മുവിൻ്റെയും വിവേകണ്ണൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. രണ്ടുപേരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ചൊരു ഹാഫ് ആൻ അവർ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി.
അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ വൈകിട്ട് നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു ഫുഡ് അടിക്കാനായിട്ട് പോയി കേട്ടോ. ഞാനും അമ്മുവും അച്ചുവും അനന്തവും പിന്നെ വിവേകണ്ണനും അണ്ണൻ്റെ 2 റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഭരണിക്കാവിൽ റോയലാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ അൽഫാമാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം കുറേ സ്പൈസി ആയിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൽഫാമും പൊറോട്ടയും പിന്നെ ബീഫ് ഗ്രേവിയാണെന്ന് തോന്നുന്നു, ഇതെല്ലാം നമ്മൾ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഞാൻ കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ലൈമൊക്കെ ഓർഡർ ചെയ്തിട്ട് അതും കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.